ഹൃദയം തൊട്ടറിഞ്ഞ പാരമ്പര്യം. കണ്ണൻസ് കാഞ്ഞങ്ങാട്. മഞ്ഞു പെയ്യും വസന്തം. മലയാളിക്ക് എന്നും മംഗല്യകാലം. മംഗല്യപ്പട്ടിന് മറുനാട് തേടുന്ന മലബാറുകാരോടായി മാനത്തെ മാലാഖമാർ ചൊല്ലി. കാഞ്ഞങ്ങാട് കണ്ണൻസിലെ പട്ടല്ലേ മലബാറിലെ മംഗമാരുടെ മംഗല്യപ്പട്ട്. വർണ്ണ വസ്ത്രങ്ങളുടെ മായാ പ്രപഞ്ചവുമായി, വിവാഹ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരങ്ങളുമായി വീണ്ടും കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങളെ വിസ്മയിപ്പിക്കുന്നു. ഈ കല്യാണകാലം ആഘോഷമാക്കാൻ കണ്ണൻസ് കാഞ്ഞങ്ങാട്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഫോൺ നമ്പർ 0467220467. നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാന സ്കൂൾ ഗുസ്തിയിൽ കാഞ്ഞങ്ങാട് ദുർഗ HSSന് ഉജ്ജ്വല നേട്ടം. കൊല്ലം നഗരം സാമൂഹ്യ വിരുദ്ധരുടെ പിടിയിൽ. പോലീസ് നിഷ്ക്രിയത്വം തുടരുകയാണെന്ന് പരക്കെ ആരോപണം. HAL ജില്ലയിൽ വൻ വികസന കുതിപ്പുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി. CPIM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ RDO ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വാർത്തകൾ വിശദമായി. കണ്ണൂരിൽ നടന്ന 56ാമത് സംസ്ഥാന സ്കൂൾ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാമതെത്തി. 2 സ്വർണം, 3 വെള്ളി, 1 വെങ്കലം എന്നീ മെഡലുകളാണ് സ്കൂൾ കരസ്ഥമാക്കിയത്. പ്രതാപ് ലാൽ, അബ്ദുൾ ഖാദർ എന്നിവർ സ്വർണവും, VP സുധീഷ്, K ശ്രീഹരി, PV അർജുൻ കൃഷ്ണൻ എന്നിവർ വെങ്കലവും നേടി. സ്വർണ്ണ മെഡൽ ജേതാക്കൾ ഡൽഹിയിൽ നടക്കുന്ന ദേശീയ സ്കൂൾ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കും. തുടർച്ചയായി 20 വർഷം സ്കൂൾ ഗുസ്തി മേളയിൽ റവന്യൂ ജില്ലാതല ചാമ്പ്യൻ പദവി അലങ്കരിക്കുന്നത് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളാണ്. സംസ്ഥാന സ്കൂൾ ഗുസ്തി മേളകളിൽ കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനത്തെ മികച്ച സ്കൂൾ പട്ടികയിൽ ദുർഗ ഇടം നേടിയിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷവും സംസ്ഥാനത്തെ മികച്ച 2ാമത്തെ സ്കൂളായിരുന്നു. ആദ്യമായാണ് ഏറ്റവും കൂടുതൽ പോയിന്റോടെ മികച്ച സ്കൂൾ പദവി നേടുന്നത്. പരിമിതികൾക്കിടയിൽ നിന്ന് സ്കൂളിനെ മികച്ച പദവിയിലെത്തിക്കാൻ കഴിഞ്ഞത് സ്കൂളിലെ കായിക അധ്യാപകരായ VV ബാലകൃഷ്ണൻ, K വിജയകൃഷ്ണൻ, ടീം മാനേജർ K പ്രകാശ് ഷേണായ്, പരിശീലകൻ സുധീഷ് സുന്ദരം കോട്ടയം എന്നിവരുടെ പരിശ്രമ ഫലമാണെന്ന് പ്രധാനാധ്യാപകൻ P ഗോപാലകൃഷ്ണഭട്ട് പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPIM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ RDO ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം AK നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ പദ്ധതികൾക്ക് ഇന്ത്യ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ പുഴുത്തു നശിച്ചു പോകുന്ന ഭക്ഷ്യധാന്യങ്ങളെല്ലാം പിടിച്ചെടുത്ത് സൗജന്യമായി വിതരണം ചെയ്യണമെന്ന് സുപ്രീം കോടതി ഒരു ഘട്ടത്തിൽ പറഞ്ഞു. നമ്മുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് എല്ലാവരും പറഞ്ഞത് അത് സുപ്രീം കോടതിയുടെ വിജയമൊന്നുമില്ല എന്ന. അത് വീണ്ടും സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആവർത്തിച്ച് പറഞ്ഞു, ഞാനിത് ഗൗരവമായി പറഞ്ഞതാണ്. റേഷൻ സംവിധാനം അട്ടിമറിക്കാനുള്ള സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ച് APLക്കാർക്കുള്ള റേഷൻ സബ്സിഡി ബാങ്ക് വഴിയാക്കാനുള്ള തീരുമാനം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത്. ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. M പോക്ലാൻ, P അപ്പുക്കുട്ടൻ, കാറ്റാടി കുമാരൻ എന്നിവർ സംസാരിച്ചു. HAL ഫാക്ടറി കാസർഗോഡ് ജില്ലയിൽ വൻ വികസന കുതിപ്പുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. കേരളത്തിന്റെ വികസന കാര്യത്തിൽ രാഷ്ട്രീയ കാഴ്ചപ്പാട് പാടില്ലെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി AK ആന്റണി പറഞ്ഞു. സീതാങ്കോളിയിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ സ്ട്രാറ്റജിക് ഇലക്ട്രോണിക്സ് ഫാക്ടറിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റു സംസ്ഥാനങ്ങൾ വേഗതയിൽ കുതിക്കുമ്പോൾ കേരളത്തിന്റെ വികസനത്തിന് പ്രധാന തടസ്സം അമിത രാഷ്ട്രീയമാണ്. അതിനാൽ വികസന കാര്യത്തിൽ വിവാദം ഒഴിവാക്കണം. വികസനത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഞാൻ ഒരുപാട് തവണയായി പ്രസംഗിക്കുകയാണ്. ഇനിയെങ്കിലും ഈ അഭ്യർത്ഥന മാനിച്ച് നാടിൻ്റെ വികസനത്തിനായി രാഷ്ട്രീയം മറന്ന് കൈകോർക്കണമെന്നും AK ആന്റണി പറഞ്ഞു. രാഷ്ട്രീയം വേറെ, വികസനം വേറെ എന്നുള്ള മുദ്രാവാക്യമാകണം ഇനി. കേരളത്തിൽ വികസനത്തിന് പ്രധാനമായും തടസ്സം നിൽക്കുന്നത് രാഷ്ട്രീയമാണ്. എല്ലാവരും രാഷ്ട്രീയം മറന്ന് സഹകരിച്ചാൽ കേരളം വികസനത്തിന്റെ കാര്യത്തിൽ ഗുജറാത്ത് സംസ്ഥാനത്തെക്കാളും മുൻപന്തിയിലെത്തുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇത് HALന്റെ 1ാം ഘട്ടമാണ്. ഇവിടെ കൊണ്ട് നിർത്താൻ പോകുന്നില്ല. മുഖ്യമന്ത്രി പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല എന്ന് വേണ്ട.
അതുകൊണ്ട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട പോലെ തന്നെ എത്രയും വേഗം രണ്ടാം ഘട്ടത്തിൻ്റെ പണി ആരംഭിക്കാൻ ഞാൻ സെക്രട്ടറിക്കും ചെയർമാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഞാനവരോട് ഇവിടെ ചോദിച്ചു എത്ര സമയം പിടിക്കുമെന്ന്. ഏതാനും മാസങ്ങൾക്കകം തന്നെ രണ്ടാം ഘട്ടത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കാം എന്നുള്ളത് പറഞ്ഞു. അന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനാവശ്യമായ സ്ഥലങ്ങളെല്ലാം ആദ്യമായി സംഭരിച്ച കിൻഫ്രയുടെ സ്ഥാപകൻ എൻ്റെ മന്ത്രിസഭയിലെ സഹപ്രവർത്തകരായ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. ഞാനോട് പി കെ കുഞ്ഞാലിക്കുട്ടിയോടും എൻ്റെ നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുക. സാംസ്കാരിക വകുപ്പ് മന്ത്രി കെ സി ജോസഫ്, മുൻ വ്യവസായ മന്ത്രി എളമരം കരീം, പി കരുണാകരൻ എം പി, എം കെ രാഘവൻ, MLA-മാരായ NA നെല്ലിക്കുന്ന്, PB അബ്ദുൾ റസാഖ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി, മുൻമന്ത്രി ചെർക്കളം അബ്ദുള്ള, സിഡ്കോ ചെയർമാൻ CT അഹമ്മദ് അലി, നഗരസഭാ ചെയർമാൻ TE അബ്ദുള്ള, CPM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ, DCC പ്രസിഡന്റ് K വെളുത്തമ്പു, മുംതാസ് ഷുക്കൂർ, കുമ്പള പഞ്ചായത്ത് പ്രസിഡന്റ് PH റംല, മധൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മാധവ, ഖാദർ മാങ്ങാട്, HAL ചെയർമാൻ RK ത്യാഗി, സെക്രട്ടറി RK മേത്ത തുടങ്ങി രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക പ്രവർത്തകർ സംബന്ധിച്ചു. ഇടവേള. ആയുർവേദം പ്രകൃതി കനിഞ്ഞു നൽകിയ ജീവനൌഷധങ്ങളാൽ മാനവരാശിക്ക് രോഗദുരിതങ്ങളില്ലാതെ കഴിയുന്നതിനുള്ള ജീവന മന്ത്രം. ധാര, ഉഴിച്ചിൽ, പിഴിച്ചിൽ, ഇലക്കിഴി, നവരക്കിഴി, പഞ്ചകർമ്മ മുതലായ ആധികാരിക ചികിത്സകൾ. കൂടാതെ നിങ്ങളെ അലട്ടുന്ന ഏത് രോഗങ്ങൾക്കും ശാശ്വത പരിഹാരം. സുഖപ്രദമായ പരിചരണം. പാരമ്പര്യം ചോർന്നു പോകാതെ അത്യാധുനിക സജ്ജീകരണങ്ങൾ. വിപുലമായ ഫാർമസി, ശാന്തമായ അന്തരീക്ഷം, വിശാലമായ പാർക്കിംഗ്, പ്രകൃതി ജീവനത്തിനിണങ്ങിയ ഭക്ഷണശാല. ദീപ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കുശവൻകുന്ന്, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. ഫോൺ 04672980-148. വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്തെ മത്സ്യബന്ധന ബോട്ടുകളുടെ എഞ്ചിൻ ക്ഷമത പരിശോധന നടന്നു. മത്സ്യബന്ധനത്തിന് ആവശ്യമുള്ള മണ്ണെണ്ണ പെർമിറ്റ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് എഞ്ചിനുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. എന്നാൽ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അളവിൽ മണ്ണെണ്ണ വിതരണം ചെയ്യുന്നില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ. മത്സ്യബന്ധനത്തിന് ആവശ്യമുള്ള മണ്ണെണ്ണ പെർമിറ്റ് അനുവദിക്കുന്നതിനായി മത്സ്യഫെഡ്, സിവിൽ സപ്ലൈസ്, ഫിഷറീസ് വകുപ്പുകൾ സംയുക്തമായാണ് പരിശോധന സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ 38 കേന്ദ്രങ്ങളിൽ ഞായറാഴ്ച പരിശോധന നടന്നു. ജില്ലയിൽ 6000-ലധികം എഞ്ചിനുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കി. 5 വർഷത്തിലൊരിക്കലാണ് എഞ്ചിൻ പരിശോധന സംഘടിപ്പിക്കുന്നത്. അതേസമയം കാർഡിൽ 1 മാസത്തേക്ക് 350 ലിറ്റർ മണ്ണെണ്ണ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 128 ലിറ്റർ മാത്രമാണ് വിതരണം ചെയ്യുന്നതെന്ന് മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നു. അത് നമുക്ക് മണ്ണെണ്ണ കാർഡ് തരുന്നുണ്ട്. അതിൽ 350 ലിറ്റർ എണ്ണ വിതരണം ചെയ്യുന്നതായിട്ട് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കാറ് 128 എണ്ണകൾ മാത്രമാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ മാസത്തിൽ 1 മാസത്തിലൊരിക്കൽ 128 എണ്ണ മാത്രമാണ് കിട്ടുന്നത്. പക്ഷേ ഇവിടുത്തെ മത്സ്യബന്ധനം അനുസരിച്ച് നമുക്ക് ഈ എണ്ണ തികയാറില്ല. കാരണം നമ്മളിവിടെ പണിക്ക് പോകുന്ന ഇപ്പോൾ മത്സ്യബന്ധനത്തിന് വാഹനങ്ങൾ കൂടി വരുന്നത് കൊണ്ട് നമ്മൾ ഈ കരയിൽ നിന്ന് ഉള്ളിലോട്ട് പോയാണ് മത്സ്യബന്ധനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ കരയ്ക്ക് പോകുന്ന നിശ്ചിത കിലോമീറ്ററിൽ നമ്മൾ 10, 25, 35, 40 മൈലേജിൽ പോകുന്നതുകൊണ്ട് ഈ തരുന്ന എണ്ണ നമുക്ക് തികയാറില്ല. ഇപ്പോൾ 2 ഇഞ്ചിന് വെച്ച് നമുക്ക് വേറെ പണികൾ ചെയ്യാൻ കൂടുതൽ ഉള്ളിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് എണ്ണ കൂടുതൽ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ഗവൺമെൻറ് നമുക്കൊരു പെർമിറ്റുകളിൽ 350, 500 എണ്ണ നമുക്ക് തരുന്നത് കൊണ്ട് നമുക്ക് നഷ്ടങ്ങളൊന്നുമില്ല. നമുക്ക് അത്ര എണ്ണ ആവശ്യമുണ്ട്. അപ്പോൾ അത് കാരണം വള്ളങ്ങൾ പണിക്ക് പോകാതെ കിടപ്പുണ്ട് ഒരുപാട്. ആഴക്കടലിൽ പോയി മത്സ്യബന്ധനം നടത്തുന്ന ബോട്ടുകൾക്ക് ഇത് 2 ദിവസത്തേക്ക് പോലും തികയുന്നില്ലെന്നും തൊഴിലാളികൾ പറഞ്ഞു. കൊല്ലം നഗരം സാമൂഹ്യ വിരുദ്ധരുടെ പിടിയിൽ. കുറ്റകൃത്യങ്ങൾ ഏറുമ്പോൾ പോലീസ് നിഷ്ക്രിയത്വം തുടരുകയാണ്. ആരെയും ഭയക്കാതെ മാഫിയകൾക്ക് വേരൂന്നാനുള്ള ഇടമായി കൊല്ലം നഗരം മാറുകയാണ്. മണി പവറും മസിൽ പവറും ഉള്ളതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ ചൊൽപ്പടിക്ക് നിർത്താനും ഇത്തരം സംഘങ്ങൾക്ക് കഴിയുന്നുണ്ട്. പകൽ സമയങ്ങളിൽ പോലും നിരത്തിലിറങ്ങാൻ ഭയപ്പെടുകയാണിപ്പോൾ നഗരവാസികൾ. മദ്യപിച്ചും അല്ലാതെയും ഗുണ്ടാ സംഘങ്ങൾ വിളയാടുകയാണിപ്പോൾ. മണിമേട, താമരക്കുളം, FCI ഗോഡൌൺ പരിസരം, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ പുരുഷന്മാർ പോലും ഭയത്തോടെയാണ് പകൽ സമയങ്ങളിൽ യാത്ര ചെയ്യുന്നത്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 5ഓളം കൊലപാതകങ്ങളാണ് നഗരമധ്യത്തിൽ അരങ്ങേറിയത്. പ്രതിയായ മൊട്ട നവാസിനെ ഏറെ വൈകിയാണെങ്കിലും പോലീസ് പിടികൂടിയിരുന്നു. എന്നാൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഒരു സുരക്ഷാ നടപടിയും സ്വീകരിച്ചിട്ടില്ല. പല സ്ഥലങ്ങളിലും പോലീസിന്റെ സാന്നിധ്യമുണ്ടെങ്കിലും ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകാറില്ല.
കഴിഞ്ഞ ദിവസം ചിന്നക്കട മണിമേടയ്ക്ക് സമീപം സ്കൂൾ വിദ്യാർത്ഥിനികളോട് അപമര്യാദയായി പെരുമാറിയ സാമൂഹ്യ വിരുദ്ധനെക്കുറിച്ച് മറ്റ് യാത്രക്കാർ സമീപത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നെങ്കിലും പോലീസ് ഏമാന്മാർക്ക് കാര്യത്തിന്റെ ഗൌരവം മനസ്സിലാക്കാൻ മണിക്കൂറുകൾ വേണ്ടിവന്നു. എന്നാൽ പലപ്പോഴും സാമൂഹ്യ വിരുദ്ധരുടെ പ്രവർത്തികളെ ചോദ്യം ചെയ്യുന്ന യാത്രക്കാരെ പിന്നെ തേടിയെത്തുന്നത് ഗുണ്ടാ സംഘങ്ങൾ ഒന്നടങ്കമാണ്. ഇവരിൽ പലരുമായും പോലീസുകാർക്ക് വളരെ അടുത്ത ബന്ധമാണുള്ളതെന്നും ആരോപണമുണ്ട്. പോലീസ് കമ്മീഷണർക്ക് പോലും സുരക്ഷയില്ലാത്ത ഈ നഗരത്തിൽ തങ്ങൾക്ക് എന്ത് സുരക്ഷയാണുള്ളതെന്ന അങ്കലാപ്പിലാണിപ്പോൾ ജനങ്ങൾ. പരിശീലനവും പഠനവുമെല്ലാം കട്ടപ്പുറത്തായതോടെ KSRTC ബസ്സുകൾ നിരത്തുകൾ കൊലക്കളമാക്കി തുടങ്ങി. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ KSRTC ബസ്സുകൾ 347 അപകടങ്ങളാണ് ഉണ്ടാക്കിയത്. ആനവണ്ടികൾക്ക് വീണ്ടും ഇത് മതപ്പാടിന്റെ കാലം. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ KSRTC ബസ്സുകൾ വരുത്തിവെച്ചത് 347 അപകടങ്ങൾ. ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്താണ് 67 അപകടങ്ങൾ. ഇതിൽ 16 പേർ മരിച്ചു, 35 പേർ ജീവച്ഛവമായി. അപകടത്തിൽ 2ാം സ്ഥാനത്ത് കൊച്ചി തന്നെ. 9 പേരെ മരണത്തിലും 61 പേരെ ദുരിതശയ്യയിലും എത്തിച്ച 59 റോഡ് അപകടങ്ങൾ. എറണാകുളം റൂറലിലും 37 അപകടങ്ങൾ നടന്നു. പ്രൈവറ്റ് ബസ്സുകൾ തേർവാഴ്ച നടത്തുന്ന കോഴിക്കോട് KSRTC സർവീസിന് അല്പം നല്ല പേരുണ്ടായിരുന്നു. നഗരത്തിലും റൂറലിലുമായി 51 അപകടങ്ങൾ വരുത്തിവെച്ചുകൊണ്ട് ആ നല്ല പേരും KSRTC കളഞ്ഞുകുളിച്ചു. കൊല്ലത്ത് 33, ആലപ്പുഴയിൽ 30, മലപ്പുറത്ത് 20, കോട്ടയത്ത് 19 എന്നിങ്ങനെയാണ് അപകടക്കണക്ക്. പഴയകാലത്തെ KSRTC ബസ്സുകളുടെ ഓട്ടത്തിന് ഒരു താളവും തലയെടുപ്പും പക്വതയുമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത് കലിയിളക്കമായി മാറിയിരിക്കുകയാണ്. സൈഡ് തരാൻ അല്പം താമസം വരുത്തുന്ന ചെറുവാഹനങ്ങളെ കെണിയിൽപ്പെടുത്താനും KSRTC ഡ്രൈവർമാർക്ക് മടിയില്ല. സമീപകാലത്ത് നടന്ന പല അപകടങ്ങളുടെയും പിന്നിലെ കാരണം ഈ ക്രിമിനൽ കുസൃതിയായിരുന്നു. അപകടത്തിൽപ്പെടുന്നവരുടെ ജീവൻ രക്ഷിക്കാൻ പോലും KSRTC ജീവനക്കാർക്ക് മനസ്സില്ല. തലസ്ഥാന നഗരത്തിൽ ദിവസങ്ങൾക്ക് മുമ്പാണ് ബൈക്കിൽ യാത്ര ചെയ്ത അച്ഛനെയും മകനെയും KSRTCയുടെ രാജധാനി ബസ് ഇടിച്ച് കൊലപ്പെടുത്തിയത്. നിർത്താതെ പോയ ബസ്സിനെക്കുറിച്ച് മാനേജ്മെന്റ് പോലും പോലീസിന് വിവരം നൽകിയില്ല. ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ച് 3 ദിവസത്തിന് ശേഷമാണ് പോലീസ് അപകട കാരണം കണ്ടെത്തിയത്. ബസ് സർവീസുകൾ കൈകാര്യം ചെയ്യുന്നതിലെ സ്വഭാവദൂഷ്യങ്ങൾ കണ്ടു തുടങ്ങിയ കാലം മുതൽക്ക് തന്നെ പ്രശ്നപരിഹാരത്തിനായി ചില പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി ഡ്രൈവർമാർക്കുള്ള പരിശീലന പരിപാടിക്ക് രൂപം നൽകി. വാഹനങ്ങൾ ഓടിക്കുന്നതിന് ആഴ്ചകൾ നീണ്ട പരിശീലനം തന്നെ നൽകി. ഇതേ തുടർന്ന് അപകടങ്ങളുടെ എണ്ണം കുറഞ്ഞിരുന്നു. ഇന്ധന ലാഭവും ഉണ്ടായി. എല്ലാ സർക്കാർ സ്ഥാപനങ്ങളെയും പോലെ തുടക്കം അങ്ങനെ ഗംഭീരമായി. എന്നാൽ അത് വെറും ആരംഭശൂരത്വമായിരുന്നു. പിന്നീട് പേരിന് പോലും പരിശീലനമില്ലാതെയായി. ഇപ്പോഴിതാ KSRTC ബസ്സുകൾ നിരത്തിനെ വീണ്ടും കുരുതിക്കളമാക്കുന്നു. വേഷപ്പകർച്ചയിലൂടെ സാമൂഹ്യ തിന്മകൾക്കെതിരെ പോരാടുകയാണ് പെരുന്ന സ്വദേശിയായ ബബിൽ. സമരത്തിലൂടെയാണ് ബബിൽ പെരുന്ന ജീവിക്കുന്നത്. കർഷകൻ, വെളിച്ചപ്പാട്, ആമ, വൃദ്ധൻ തുടങ്ങി ബബിൽ കടമെടുത്ത വേഷങ്ങൾ നിരവധിയാണ്. മനുഷ്യാവകാശങ്ങൾക്കായി പോരാടുന്ന നാടക നടനും മിമിക്രി ആർട്ടിസ്റ്റുമാണ് ബബിൽ. 100-ൽ പരം വേഷങ്ങളും 6000-ൽ പരം അവതരണവും ബബിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. സ്വാതന്ത്ര്യസമര സേനാനിയും പത്രാധിപരുമായ അച്ഛന്റെ ജീവിതമാണ് ബബിലിനെ ഒറ്റയാൾ സമരനായകനാക്കിയത്. 4ാം ക്ലാസ് മുതലാണ് ബബിൻ ഏകാംഗ പ്രതിഷേധം ആരംഭിച്ചത്. അധികം വൈകാതെ അനുകരണത്തിലും മികവ് പ്രകടിപ്പിച്ചു. തെരുവ് നാടകങ്ങളാണ് പ്രതിഷേധത്തിന്റെ പ്രധാന മാർഗമെന്ന് തിരിച്ചറിഞ്ഞതോടെ ബബിൽ അനുകരണത്തിന്റെ പാത ഉപേക്ഷിച്ചു. ജനം വീർപ്പുമുട്ടി കഴിയുകയാണ്. മനസ്സിലാണ് ഇപ്പോൾ തീയെരിയുന്നത്, അടുപ്പി തീയെരിയുന്നില്ല. നിത്യോപസാധനങ്ങൾക്കെല്ലാം വിലക്കയറ്റം. ഈ കേരളത്തിൽ പട്ടിണി കിടക്കണമെങ്കിൽ ഇപ്പോൾ 250 രൂപ വേണം. പാവപ്പെട്ടവനെ ആത്മഹത്യയുടെ വക്കിലെത്തിയിരിക്കുകയാണ്. ഭരണാധികാരികളും മറ്റ് ശ്രദ്ധിക്കേണ്ട ആൾക്കാരും ഒക്കെ മൗനം പാലിക്കുകയാണ്. ഇക്കണക്കിന് പോവുകയാണെങ്കിൽ സുനാമിയെക്കാട്ടിലും കൂടുതൽ ഗൗരവമായിട്ട് തന്നെ കേരളത്തിൽ ആത്മഹത്യയും അതുപോലെ തന്നെ പട്ടിണി മരണവും നടക്കും. റേഷൻ്റെ പ്രശ്നത്തിന് തന്നെ ഇപ്പം പുതിയ മാറ്റങ്ങൾ വരുത്തുന്നു. പാവപ്പെട്ടവൻ്റെ ഏക ലക്ഷ്യമാണ് റേഷൻ ഉൽപ്പന്നങ്ങൾ. അതിലുണ്ടാകുന്ന വിലവർധനവും അതിലുണ്ടാകുന്ന മറ്റു ബുദ്ധിമുട്ടുകളും ഒക്കെ ഒരു പാവപ്പെട്ടവൻ എങ്ങനെ അഭിമുഖീകരിക്കും? വർഗീയത, അഴിമതി, വിലക്കയറ്റം, ദളിത് ആദിവാസികളുടെ അവകാശം, മാലിന്യങ്ങൾ, മയക്കുമരുന്ന്, മദ്യം തുടങ്ങി ബബിലിന്റെ പ്രതിഷേധത്തിന് നിരവധി വിഷയങ്ങൾ കാരണമായിട്ടുണ്ട്. സമരത്തിനിടെ നിരവധി അപകടങ്ങളും ബബിലിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സ്കൂൾ ഗുസ്തിയിൽ കാഞ്ഞങ്ങാട് ദുർഗ HSSന് ഉജ്ജ്വല നേട്ടം. കൊല്ലം നഗരം സാമൂഹ്യ വിരുദ്ധരുടെ പിടിയിൽ. പോലീസ് നിഷ്ക്രിയത്വം തുടരുകയാണെന്ന് പരക്കെ ആരോപണം. HAL ജില്ലയിൽ വൻ വികസന കുതിപ്പുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി. CPIM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ RDO ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി.
വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.